ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര വയനാട്ടിലേക്കാണ്. ഇതുവരെ പോകാത്ത പുതിയ പ്ലേസസ് വയനാട്ടിൽ ഒരുപാടുണ്ട്. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് എപ്പോഴും ഒരേ സ്ഥലങ്ങളിലേക്ക്, ഞങ്ങളെന്നല്ല ഒരുവിധം ആളുകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പുതിയ പുതിയ സ്ഥലങ്ങൾ ഒരുപാട് അവിടെ ഇപ്പൊ എക്സ്പ്ലോർ ആയി വരുന്നുണ്ട്. നമ്മള് ഇൻസ്റ്റാഗ്രാമിലെ റീൽസിലൂടെയും യൂട്യൂബ് റീൽസിലൂടെ ഒക്കെ ഇങ്ങനെ പലരും ഇട്ടിട്ട് കാണുന്നുണ്ട്. അതല്ലാതെ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. കുറെ ചെക്ക് ഡാംസും അതുപോലെ തൂക്കുപാലങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത നാട്ടുവഴികളും എല്ലാം നിറഞ്ഞൊരു സ്ഥലമാണ് വയനാട്. അപ്പം ഇന്നത്തെ ഞങ്ങളെ യാത്ര അതുപോലുള്ള സ്ഥലങ്ങൾ തപ്പിയായിരുന്നു. ഇപ്പൊ ഈ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു. എവിടെ പോയാലും നല്ല തിരക്കും ബഹളവും. കുട്ടികളുള്ളവരാണ് കൂടുതലും, കുട്ടികളെയും കൊണ്ടുള്ള യാത്രയാണ്. അപ്പൊ ഞങ്ങളും ഇന്ന് 4 പേരും കൂടിയായിരുന്നു ഇറങ്ങിയത്. കുട്ടും ഞാനും അമ്മച്ചിയും ചാച്ചനും കുഞ്ഞും കൂടെ. 4 അല്ല, സോറി, 5 പേര്. പക്ഷെ അതില് കുട്ടന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ വോമിറ്റിങ്ങിന്റെ പ്രശ്നമൊക്കെ വന്നതിന് ശേഷം അവനെ തിരിച്ച് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ 4 പേരും കൂടി പോന്നു. ഞാൻ വന്ന വഴിക്ക് നമ്മൾ പുൽപ്പള്ളിയിലേക്കുള്ള യാത്ര മധ്യേ ഒരു സ്ഥലത്തൊരു വയലുണ്ട്. നമ്മളെ കരിമ്പ് പോലെ തന്നെ തോന്നുന്ന ഒരു പുല്ലാണ്, പക്ഷെ അത് കരിമ്പല്ല. അവര് മൃഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി, പശുവിനോ കുതിരയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പുല്ലാണെന്ന് തോന്നുന്നു. പക്ഷെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന പച്ച പുല്ല് എന്ത് ഭംഗിയാ കാണാൻ. നമ്മൾ ഏതൊക്കെയോ പാട്ട് സീനിലൊക്കെ ഇതുപോലെ 2 പുല്ലിന്റെ സൈഡിലൂടെ ഇങ്ങനെ ഓടിപ്പോകുന്ന സീനുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവം വെച്ചിട്ട് ഞങ്ങളിത് കണ്ടപ്പോ അവിടെ ഇറങ്ങി, റോഡ് സൈഡിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. എക്സാക്ട് സ്ഥലത്തിന്റെ പേര് ഒന്നും എനിക്ക് അറിയത്തില്ല. നമ്മളീ പോണ വഴിയിലുള്ള ഒരു സ്ഥലമാണത്. നമ്മള് മീനങ്ങാടി കഴിഞ്ഞ് ജസ്റ്റ് പുൽപ്പള്ളിക്കുള്ള റോഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഒരു സ്ഥലമാണ്. പോകുമ്പോ കാണേണ്ടതാണ്, റോഡ് അരികിൽ തന്നെയാണ്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലല്ല ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറെ സ്ഥലം വരെ ഉള്ളത് കൊണ്ട് കാണാൻ പറ്റും. ഇതിന്റെ അരികിലും, അതായത് റോഡിന്റെ അരികിലും ഉണ്ട് ഇതേ സെയിം പുല്ല് കുറെ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ പോയപ്പോ കുറേ നടക്കാനുണ്ട്. പോകുമ്പോ നല്ല ആവേശക്കായിരുന്നു. തിരിച്ചിറങ്ങുമ്പോ ഞങ്ങൾ കിടന്നിങ്ങനെ അണക്കിയുമാണ്. ഉമ്മച്ചിക്കാണെങ്കിൽ ഒട്ടും കയറാൻ പറ്റുന്നില്ല. കാലിമുട്ടൊക്കെ വേദനയായിട്ട് എന്റെ കയ്യെ തൂങ്ങിയൊക്കെയാണ് തിരിച്ചു കയറുന്നത്. ചാച്ചനും കുഞ്ഞും പിന്നെ ഓടി രക്ഷപ്പെട്ടു. അവർക്ക് 2 പേർക്കും വെയില് പ്രശ്നമാണ്. എന്നാലും 2 പേരും ഒരുവിധമൊക്കെ കൊള്ളും. പക്ഷെ ഓടിപ്പോയി 2 പേരും. ചാച്ചൻ അവനെ എടുത്തിട്ട് ഓടിപ്പോയത്. ഞാനും മച്ചും കൂടെ അങ്ങനെ വലിഞ്ഞു കഴിഞ്ഞതോ ഈ റോഡിന് ഇങ്ങനെ, അതാണെങ്കിൽ നിരപ്പായിട്ടുള്ള റോഡൊന്നല്ല, കണ്ണാ കൊച്ചാ കിച്ചാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം കല്ലുകളും വെള്ളം ഒലിച്ചു പോയിട്ട് ആ വഴിയൊക്കെ ഭയങ്കര സീനാ. രോഗിയായ ഒരു വ്യക്തി ഇതേ കുഞ്ഞു കൂടിക്കൂടി വരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ കാത്തിരിപ്പുണ്ട്. നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഇനി വരും വീഡിയോകളിൽ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം.